നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. ഈ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിന് ഉയർച്ചകൾ ഉണ്ടാകുന്നത്. മാർക്കോസിന്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിൽ നമ്മൾ ഒരു തളർവാദ രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. 4 സുഹൃത്തുക്കൾ അവരുടെ വിശ്വാസത്തെ പ്രതി ആ തളർവാദ രോഗിയെ മേൽക്കൂര പൊളിച്ച് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ഈശോ ഒരു രോഗിയോട് പെരുമാറുന്ന പോലെയൊന്നല്ല ആ തളർവാദ രോഗിയോട് പറയുന്നത്. കാരണം എന്താ വചനത്തിൽ പറയുന്നത്? അവനോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നീ നിന്റെ കിടക്കയും എടുത്ത് മുൻപോട്ട് പോവുക. അവന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളിലേക്കാണ് ഈശോ അവനെ ആനയിച്ചത്. കാരണം പാപം മൂലം അവനുണ്ടായ തകർച്ചയിൽ ഉണ്ടായിരുന്ന ഒരു കംഫർട്ട്, ഒരു സുഖം അവൻ ആസ്വദിച്ചിരുന്നു. തളർവാദത്തിന്റെ ഒരു കംഫർട്ട് സോൺ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. തളർവാദത്തെ ന്യായീകരിക്കാൻ നമ്മൾ വിചാരിക്കരുത്. ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഈശോ അവനെ പുറത്തു കടത്തി അവന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക്, പാപങ്ങൾ മോചിച്ച് കടത്തിവിടുന്നുണ്ട്. വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നത് എന്താണെന്ന് പറയും? നമ്മുടെ ജീവിതത്തിലും പാപങ്ങൾ തരുന്ന ചില കംഫർട്ട്സ് ഉണ്ട്, ചില കംഫർട്ട് സോണുകൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചില കംഫർട്ട് സോണുകൾ. അതെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് വേണം നമ്മൾ മുൻപോട്ട് പോകാൻ. ഈ ഒരു ആഴ്ചക്കാലത്തേക്ക് വചനം നമ്മളോട് പറയുന്നു, നമ്മുടെ പാപത്തിന്റെ എല്ലാ കംഫർട്ട് സോണുകളെയും ബ്രേക്ക് ചെയ്ത് പുറത്തു കടത്താൻ ദൈവത്തിന് സാധിക്കും. അവനിൽ വിശ്വസിക്കുക, അവന്റെ വിശ്വാസം നമ്മെ രക്ഷിക്കും.